നിങ്ങൾ സൗദി അറേബ്യയിലുള്ള ആൾക്കാർ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് ഒക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാണ് കൂടുതൽ ടിക്ടോക്ക് ഉപയോഗിക്കുന്നത്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കുള്ളൊരു ഇൻഫർമേഷനാണ്. അതായത് ഈ ഫേസ്ബുക്ക് വഴി ഇപ്പോൾ ചെറിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അത് എനിക്ക് ഈ തട്ടിപ്പിൽ ഇരയായ ആൾ തന്നെയാണ് എന്നെ ഫോൺ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞത്. എനിക്കോ സംഭവിച്ചു, മറ്റുള്ള ആൾക്കാർക്ക് സംഭവിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് നിങ്ങൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റുള്ള ആൾക്കാരേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇനി ഞാൻ പെട്ട പോലെ വേറെ ആൾ പെടരുത് എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. രണ്ട് പുള്ളിക്കാരെ കരഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്താ വെച്ചെങ്കിൽ ഫേസ്ബുക്കിലെ ലിങ്ക് കണ്ടു ലോണിൻ്റെ, പുള്ളിക്കാരെ ക്ലിക്ക് ചെയ്തു, ഇവർ ചോദിച്ചു ഡീറ്റെയിൽസ് കൊടുത്തു. പുള്ളിക്കാരൻ 5000 റിയാൽ പോയി. ഇപ്പോൾ ആളെ ബ്ലോക്ക് ചെയ്തു, ആൾക്ക് ലോൺ കിട്ടില്ല. 11,000 റിയാലോ 20,000 റിയാലൊക്കെ ലോൺ കൊടുക്കാൻ. പുള്ളിക്കാരൻ്റെ മകന് ഒരു കിഡ്നിയുടെ കംപ്ലയിൻ്റ് ഉണ്ട്. 6 വയസ്സായ മകൻ, 5 വയസ്സായ മകനുണ്ട്. കംപ്ലയിൻ്റ് ഉള്ളതാണ്. ആ കിഡ്നിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ലോൺ എടുക്കാമെന്ന് പുള്ളിക്കാരൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഈ കാശ് പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. പക്ഷെ അതിലൊരു തട്ടിപ്പിനിരയായിട്ടുണ്ട്. പുള്ളിക്കാരനെ അത് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അതിൻ്റെ ലൈവ് വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളാരും കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ആരും ഒരു തട്ടിപ്പിന് ഇരയാവരുത് എനിക്ക് പറയാനുള്ളത്. ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾ സൗദി അറേബ്യയിലുള്ള ആൾക്കാർ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് ഒക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാണ് കൂടുതൽ ടിക്ടോക്ക് ഉപയോഗിക്കുന്നത്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കുള്ളൊരു ഇൻഫർമേഷനാണ്. അതായത് ഈ ഫേസ്ബുക്ക് വഴി ഇപ്പോൾ ചെറിയൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അത് എനിക്ക് ഈ തട്ടിപ്പിൽ ഇരയായ ആൾ തന്നെയാണ് എന്നെ ഫോൺ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞത്. എനിക്കോ സംഭവിച്ചു, മറ്റുള്ള ആൾക്കാർക്ക് സംഭവിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് നിങ്ങൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റുള്ള ആൾക്കാരേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇനി ഞാൻ പെട്ട പോലെ വേറെ ആൾ പെടരുത് എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. രണ്ട് പുള്ളിക്കാരെ കരഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്താ വെച്ചെങ്കിൽ ഫേസ്ബുക്കിലെ ലിങ്ക് കണ്ടു ലോണിൻ്റെ, പുള്ളിക്കാരെ ക്ലിക്ക് ചെയ്തു, ഇവർ ചോദിച്ചു ഡീറ്റെയിൽസ് കൊടുത്തു. പുള്ളിക്കാരൻ 5000 റിയാൽ പോയി. ഇപ്പോൾ ആളെ ബ്ലോക്ക് ചെയ്തു, ആൾക്ക് ലോൺ കിട്ടില്ല. 11,000 റിയാലോ 20,000 റിയാലൊക്കെ ലോൺ കൊടുക്കാൻ. പുള്ളിക്കാരൻ്റെ മകന് ഒരു കിഡ്നിയുടെ കംപ്ലയിൻ്റ് ഉണ്ട്. 6 വയസ്സായ മകൻ, 5 വയസ്സായ മകനുണ്ട്. കംപ്ലയിൻ്റ് ഉള്ളതാണ്. ആ കിഡ്നിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ലോൺ എടുക്കാമെന്ന് പുള്ളിക്കാരൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഈ കാശ് പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. പക്ഷെ അതിലൊരു തട്ടിപ്പിനിരയായിട്ടുണ്ട്. പുള്ളിക്കാരനെ അത് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അതിൻ്റെ ലൈവ് വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളാരും കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ആരും ഒരു തട്ടിപ്പിന് ഇരയാവരുത് എനിക്ക് പറയാനുള്ളത്. ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക.